ഇത് അയർലൻഡിലെ കന്നുകാലികൾ. അയർലൻഡിലെ പശുക്കൾ അതെ ലിറ്റർ കണക്കിന് പാല് തരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാ, നല്ല പുല്ല് തിന്നാണ് അയർലൻഡിലെ പശുക്കൾ വളരുന്നത്. ഏതാണ്ട് 40 ലിറ്റർ പാല് തരുന്നുണ്ടായിരിക്കും അയർലൻഡിലെ പശുക്കൾ. ഇത് മൂരികളാണ്, അതുപോലെ പശുക്കൾ. ഇങ്ങനെ 40 ലിറ്റർ പാല് തരുവാനുള്ള കാരണം എന്താണ്? പച്ചപ്പുൽമേടുകൾ. നമ്മൾ 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, പച്ചപ്പുൽമേടുകളിലേക്ക് അവൻ എന്നെ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്. അതെ, പച്ചപ്പുൽമേടുകളിലേക്ക്. അവിടെയാണ് നല്ല ഭക്ഷണം. നല്ല ഭക്ഷണമുണ്ടെങ്കിൽ നല്ല ഫലം കിട്ടും. അപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം. കച്ചിയല്ല, പ്ലാസ്റ്റിക് അല്ല, പേപ്പറല്ല. ഇതുപോലെ ഭക്ഷണം കഴിച്ചാൽ നന്നായി പാല്. ചില സ്ഥലങ്ങളിലെ പശു തരുന്നത് 1 ലിറ്റർ പാല്. എന്തിനാണ് ഇതിനെ വളർത്തുന്നത്? ഇത്രയേറെ കഷ്ടപ്പെട്ട് വളർത്തിയാൽ കിട്ടുന്നത് 1 ലിറ്റർ പാൽ. ഇതാ ഈ പശുക്കൾ 30 ലിറ്റർ, 40 ലിറ്റർ. ഇസ്രയേലിലെ പശുക്കൾ, അവിടെ 300 മില്ലി ലിറ്റർ പാലായിരുന്നു മുൻപ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കിട്ടുന്നത് 40 ലിറ്റർ ഒരു ദിവസം. എങ്ങനെയാണ് ഈ 300 മില്ലി ലിറ്റർ അല്ലെങ്കിൽ 400 മില്ലി ലിറ്റർ 40 ലിറ്ററായി മാറിയത്? അവിടുത്തെ എല്ലാ പശുവിൻ്റെയും കണക്കുണ്ട്. വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ല. എല്ലാ പശുവിൻ്റെയും സകല വിവരങ്ങളുമുണ്ട്. അതിൻ്റെ വയസ്സെത്ര, അതിൻ്റെ അപ്പനാരാ, അതിൻ്റെ അമ്മയാരാണ്, അതിൻ്റെ പ്രായമനുസരിച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും കഴിച്ചോ, എല്ലാത്തിനും ഒരുപോലെ. ഞാൻ വിചാരിക്കുകയാണ്, ചിലയിടത്തൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോകും. അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ 40 പേർ, പ്രായമുള്ളവർ 80 പേർ. ഒരു കൂട്ടരോട് മാത്രമാണ് പ്രസംഗം എൻ്റേത്. അവിടെ ഇരിക്കുന്ന 10 ആയിക്കോട്ടെ, 50 പ്രായമുള്ളവരും 10 കുഞ്ഞുങ്ങളും. ഈ കുഞ്ഞുങ്ങൾ ഒന്നനങ്ങിയാൽ അടി, അല്ലെങ്കിൽ കണ്ണുരുട്ടി കാണിക്കൽ, അല്ലെങ്കിൽ അപ്പനമ്മമാരെ വഴക്ക് പറയൽ. ഇവരെയൊക്കെ ശരിക്കിരുത്ത്. കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഭക്ഷണമുണ്ടോ? അമ്മ കൊടുക്കുന്ന പാലിൻ്റെ കാര്യമല്ല. ഞാൻ പ്രസംഗകനാണ്, പാസ്റ്ററാണ്. എൻ്റെ ഉത്തരവാദിത്തമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക. നമുക്ക് നല്ല സൺഡേ സ്കൂളുണ്ടോ, നല്ല കണക്ക് ട്യൂഷനുണ്ടോ എന്നല്ല ചോദിച്ചത്. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, നല്ല സൺഡേ സ്കൂളുണ്ടോ എൻ്റെ സഭയിൽ? യൂത്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? അതോ അവരുടെ തലമുടി കൂടുതലാണ്, അവർ മീശ വെച്ചിട്ടുണ്ട്, അവർ പാസ്റ്റർ പറഞ്ഞത് കേൾക്കുന്നില്ല, അവരുറക്കെ ഹല്ലേലൂയ പറയുന്നില്ല, ഇതൊക്കെയാണോ? കൈ അടിക്കുന്നില്ല, ഇതൊക്കെ നോക്കുകയാണോ? അതോ അവർക്ക് വേണ്ട പാല്, അവർക്ക് വേണ്ട പുല്ല് കൊടുക്കുന്നുണ്ടോ? പുല്ല് എന്താണ്? ആ പുല്ല് വചനം. ഒരു ദൈവദാസൻ പറഞ്ഞു, ഞാൻ ഞായറാഴ്ച പ്രസംഗിക്കുവാൻ വേണ്ടി ഓരോ ദിവസവും 6 മണിക്കൂർ വചനം പഠിക്കും. യെസ്, അതാണ് ഒരു കൃഷിക്കാരൻ്റെ ചുമതല. ഈ പശുവിനെ നല്ല പുല്ലുള്ളടത്ത് മേഞ്ഞാൽ ഇത് നല്ല പാല് തരും, ഇല്ലെങ്കിൽ നഷ്ടക്കച്ചവടം. ഇന്ന് അയർലൻഡിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം, ഞാൻ ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, അയർലൻഡിലെ കൃഷിക്കാർ പാവപ്പെട്ടവരാണോ? കാരണം ഞങ്ങളുടെ നാട്ടിലെ ധാരാളം കൃഷിക്കാരും പാവപ്പെട്ടവരാണ്, പലരും കടക്കണിയിലാണ്. എന്നാൽ ഇവിടെയുള്ളവർ എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, അയർലൻഡിലെ കൃഷിക്കാർ ധനവാന്മാരാണ്. കാരണം എന്താണ്? നല്ല പശുക്കൾ, നല്ല കൃഷി, ഈ പശു നല്ല വരുമാനം. അപ്പോൾ നല്ല ഭക്ഷണം കൊടുത്താൽ നല്ല വരുമാനം. നമ്മൾക്കൊന്നും തേടി എങ്ങും പോകണ്ട. അതെ, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എന്ന് പറഞ്ഞാൽ എന്താ? നീ പണ്ട് മത്സ്യം പിടിച്ചപ്പോൾ അതായിരുന്നു നിൻ്റെ വരുമാനം. നീ മനുഷ്യരെ ശരിക്ക് പിടിച്ചാൽ നിനക്കാരോടും ഒന്നും ചോദിക്കേണ്ടി വരികയില്ല. അതാണ് നിൻ്റെ വരുമാനം. നിൻ്റെ വീട് അതുകൊണ്ട് നടക്കും. ആരോടും ഒന്നും ആവശ്യപ്പെടേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ സഭകളെ നന്നായി വചനം പഠിപ്പിക്കുക. എനിക്ക് തോന്നിയതല്ല, എനിക്ക് ലാഭമുള്ളതല്ല. പശുവിന് വേണ്ടത് പശുവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വചനം, മായമില്ലാത്ത വചനം.
പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ മായമില്ലാത്ത വചനം അത് കൊടുക്കുക. അപ്പോൾ വിശ്വാസികളെല്ലാം ശുശ്രൂഷക്കാരാകും. പേടിക്കണ്ട, അവർ വളരട്ടെ, അവർ അനേകയിടങ്ങളിൽ സുവിശേഷവുമായി പോകട്ടെ. അതെ, സമയമാകുമ്പോൾ അവരെ വിടണം. അതെ, ഈ കന്നുകാലികൾ നോക്കുക, ഇവിടെ ആരുമില്ല ഇതിനെ നോക്കാൻ. ഇത് സമയമാകുമ്പോൾ അതിൻ്റെ ആലയിലെത്തും. ഒരു പശുവിന് ഇത്ര വിവരം ഉണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസികൾ തെറ്റിപ്പോകുമോ? ഇല്ല. അവരെ നന്നായി വളർത്തിയാൽ മതി, നല്ല ആത്മീയ ഭക്ഷണം കൊടുത്താൽ മതി, അവർ വളരും, നാട് നന്നാകും, വചനം പടരും, ദൈവ വേല വളരും, ദൈവരാജ്യം വളരും. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. പശു, നീ ഞങ്ങളെ ചിലതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു വെരി മച്ച്.